കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക്. സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാമനിർദ്ദേശം ചെയ്തു. അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരാണ് പട്ടികയിലുള്ളത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഈ ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ബി.ജെ.പിയിൽ തന്നെ ഉണ്ട്. ഈ സദാനന്ദനെ ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന ഘടകം തന്നെയാണോ നിർദ്ദേശിച്ചിട്ടുണ്ടോ, അതോ ആർ.എസ്.എസിന്റെ നോമിനിയാണ്? എന്താണ് വിവരങ്ങൾ? സിജു, ഈ കണ്ണൂരിൽ നിന്നുള്ള RSS നേതാവും ബി.ജെ.പിയുടെ നിലവിലത്തെ സംസ്ഥാന ഉപാധ്യക്ഷനുമാണ് സി സദാനന്ദൻ. സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെയാണ് ഇപ്പോൾ രാജ്യസഭ അംഗമായിക്കൊണ്ട് രാഷ്ട്രപതി നിർദ്ദേശിച്ചുകൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഇയാളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിൽ വലിയ വിയോജിപ്പുകൾ ഉയർന്നു വരുന്നതായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു നേതാക്കളെയൊക്കെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ സദാനന്ദനെ നാമനിർദ്ദേശം ചെയ്തത് എന്നുള്ള ആരോപണം നേതൃത്വത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. കെ സുരേന്ദ്രൻ, അതോടൊപ്പം വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കി എന്നുള്ള ചില വിമർശനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി ഈ പദവിയെ പറ്റി നേരത്തെ തന്നെ അദ്ദേഹത്തിന് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. ഈ നാമനിർദ്ദേശം ചെയ്യുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരത്തെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ തീരുമാനമായി തന്നെയാണ് കാണേണ്ടത്. പ്രത്യേകിച്ചും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരെയാണ് സാധാരണഗതിയിൽ രാഷ്ട്രപതി ഈ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയിൽ തന്നെയാണ് ഈ സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ഈ ബി.ജെ.പിയിലെ ആളുകൾ തന്നെ എന്താണ് സദാനന്ദന് യോഗ്യത എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ട് അല്ലേ? തീർച്ചയായും ഇദ്ദേഹം കൂത്തുപറമ്പിൽ നിന്ന് നേരത്തെ തന്നെയും സജീവ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു. ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടും RSSന്റെ പ്രമുഖ നേതാവ് എന്ന നിലയിൽ തന്നെയാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ യോഗ്യത ഇപ്പോൾ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഈ ഒരു നാമനിർദ്ദേശം ചെയ്തത് എന്നുള്ള വിമർശനം ഈ നേതൃത്വത്തിനിടയിൽ തന്നെ ഉയരുന്ന സാഹചര്യമാണ്. ഇദ്ദേഹം അധ്യാപകനാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും മറ്റ് യോഗ്യതകളൊന്നും തന്നെയും ഇദ്ദേഹത്തെ സംബന്ധിച്ചില്ല. പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമാണ് ഇയാളെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നാമനിർദ്ദേശം ചെയ്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും വിയോജിപ്പുകളും നേതൃത്വത്തിനിടയിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്.